അബ്ദുല്ലാഹിബ്നു കഅബ് മാലിക് റളിയല്ലാഹു അൻഹു സംഭവം സൂറത്തു തൗബയുടെ അവസാന ഭാഗത്തിറങ്ങിയ ആയത്തുകളുമായി ബന്ധപ്പെട്ട തബൂക്ക് യുദ്ധം എന്ന് പറയുന്ന സംഭവമുണ്ട്. തബൂക്ക് യുദ്ധം അറിയില്ലേ? തബൂക്ക് പറഞ്ഞ എവിടെയാണ്? തബൂക്ക് എവിടെ? തബൂക്ക് പോയല്ലേ? അനിപ്പോ ചോദിക്കണില്ലേ? തബൂക്ക് എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരാണ്. മദീന ഷരീഫിൽ നിന്ന് 687 കിലോമീറ്ററാണ്. 7 മണിക്കൂറും 26 മിനിറ്റും സഞ്ചരിക്കാണ്ട് എന്നാണ് ഗൂഗിൾ കാക്കാറാട്ട. എനിക്ക് ഞാൻ പോയിട്ടില്ല. നിങ്ങൾ പറയുമ്പോൾ വിചാരിച്ചു ഞാൻ പോയിക്കണോ? ഞാൻ പോയിട്ടില്ല. മദീന ഷരീഫിലേക്ക് മക്കാ മുക്കറമയിൽ നിന്ന് മദീന ഷരീഫിലേക്ക് 450 കിലോമീറ്ററാണ്. അത് പോയി നിങ്ങൾ പോയെന്ന് ഞാൻ നോക്കുകയും ചെയ്തേക്കണ്. നമ്മളപ്പോൾ ഇത് പോകുമ്പോൾ അടിച്ചു നോക്കണമല്ലോ അത്രയാണ്. ഞാനത് മുമ്പ് നോക്കലുണ്ട്. അതായത് ഉണ്ടാവും, അതിപ്പോ മുൻചിതിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതിന്റെ അളവുകളൊക്കെ. അത് നോക്കിയാൽ കിട്ടും. ഇപ്പൊ ഗൂഗിൾ നോക്കിയാൽ കൃത്യമായിട്ട് കിട്ടും എത്രയാണ് കിലോമീറ്റർ ഉള്ളത്. അറബി ലോകത്തെ കണക്ക് പ്രകാരം അവിടെ എന്താ പറയില്ല, കിലോമീറ്റർ പറയാറില്ലേ. മൈല് പിന്നെ അങ്ങനെയൊക്കെയാണ് പറയല്. അപ്പൊ അത് പറയുമ്പോ നമുക്ക് അതിന്റെ ഈ കിലോമീറ്റർ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവില്ലൊന്നും. അപ്പൊ ഞാൻ എല്ലാവരും കിലോമീറ്റർ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കലുണ്ട്. അപ്പൊ ഇല്ല, 680 കിലോമീറ്റർ ഉണ്ട്. അഥവാ 7 മണിക്കൂറിലേറെ യാത്ര ചെയ്യാനുള്ള ദൂരമാണ് തബൂക്ക്. തബൂക്ക് യുദ്ധം എന്ന് പറയുന്ന ദാത്തുരിക്കാവുന്ന പേരുണ്ട്. നടന്ന് 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 കാലിന്റെ വിരലൊക്കെ പൊട്ടിയിട്ട് ശീല ചുറ്റി നടത്തും. അങ്ങനെ ആ യുദ്ധത്തിന് എന്തും പേരുണ്ട്? ദാത്തുരിക്ക എന്ന് പേരുണ്ട്. ശീല ചുറ്റി നടന്നു നടന്നു മടുത്തിട്ടേ അങ്ങനെയാണ്. അന്ന് ആ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട കഅബ് മാലിക് റളിയല്ലാഹു അൻഹു പോയിട്ടില്ലായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവം പറയുന്നത്. സംഭവം ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങണമാണ്. നമ്മൾ ഒരു ദിവസം വെച്ച് തന്നെ ഓതേണ്ടതാണ്. കാരണം ഒരു സംഭവങ്ങളല്ല, ഒരുപാട് വിഷയങ്ങൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ ഇപ്പൊ തൗബയുമായി ബന്ധപ്പെട്ട വിഷയത്തിനാണ് ഈ ഹദീസ് കൊടുത്തതെങ്കിൽ മറ്റു ചില സ്ഥലത്ത് മറ്റു ചില വിഷയത്തിന് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട്? ആ വിഷയം അതിലുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരാൾക്ക് അയാൾ വരുമ്പോ അയാൾക്ക് നല്ല ചിന്തകൾ ഇട്ടുകൊടുക്കേണ്ടത്, ചേർത്ത് പിടിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. അപ്പൊ ആ വിഷയത്തിന് ഈ ഹദീസ് ബാധകമാണല്ലോ. ആ പണ്ഡിതനായ മനുഷ്യൻ പറഞ്ഞു, കുഴപ്പമില്ല, അനക്ക് തൗബ ഉണ്ട്, പേടിക്കണ്ട എന്ന് പറയാൻ. ഇന്ന് അത് പറയാനാണ് ആളില്ലാത്തത്. ഇത് പേടിപ്പിക്കാൻ ആൾക്ക് തന്നെ എന്റെ കാര്യം കഴിഞ്ഞിട്ടോ എന്ന് പറയാനേ ആളുള്ളൂ. എന്തില്ല, പ്രശ്നമില്ല. ഒരാളിപ്പോ വിദേശത്തേക്ക് പോയി, അയാൾക്ക് ജോലി ആയിട്ടില്ല. അപ്പൊ എന്റെ കാര്യം കട്ടപ്പോ കേട്ടാ ഇജ്ജ് പോയോടത്തൊക്കെ അങ്ങനെ തന്നെയാണ് കാരം. നേരെ സാധ്യമില്ല എന്നാ പറഞ്ഞു കൊടുക്കണ്ടി. അല്ല സാരല്ല, അത് കിട്ടൂട്ടോ, അതിനിപ്പോ അവിടെ അപ്പുറത്ത് കിട്ടൂട്ടോ, അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്നാ പറയേണ്ടത്. നമ്മൾ തീരുമാനിക്കണം. അപ്പൊ അതൊക്കെ അയാൾക്കൊരു വിധി ഉണ്ടാവും, അവിടേക്കാണ്ട് എത്തിപ്പെടുന്നല്ല എന്നാ അത്ര ചിന്തിച്ചാൽ മതി. അപ്പോ ബഹുമാനപ്പെട്ട കഅബ് മാലിക് റളിയല്ലാഹു അൻഹു തന്നെയാണ് ഹദീസ് റിപ്പോർട്ടും ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാലേ നീ എന്ത് ചെയ്യാം, ഫിഖ് കുറച്ച് എടുക്കല്ലേ. ഫിഖ് കുറച്ച് പ്രധാന വിഷയം പറയാണ്ട് കുറച്ച് ഫിഖിലേ അന്ന് പറഞ്ഞു പോയതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.